എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്നൊരു നെല്ലിക്ക അച്ചാർ ഉണ്ടാക്കാം. അതായത് ഒരു വർഷത്തിൽ കൂടുതൽ തന്നെ കേടാവാതിരിക്കുന്ന ഒരു നെല്ലിക്ക അച്ചാർ. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നെല്ലിക്ക അച്ചാർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും തീർച്ച. അച്ചാർ കൂട്ടി നോക്കുമ്പോഴല്ലേ അറിയത്തുള്ളൂ അതിൻ്റെ ടേസ്റ്റ്. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പം നമുക്ക് അച്ചാർ ഉണ്ടാക്കാം. നമ്മുടെ നെല്ലിക്ക നല്ലതായിട്ട് തിളച്ചിട്ടുണ്ട്. തിളച്ച് വന്നപ്പോൾ ഞാൻ ആ മൂടി അങ്ങ് മാറ്റി. ഇനി മൂടി വെക്കണ്ട, നമുക്കിത് വെള്ളം വറ്റി എടുക്കണ്ടേ. ഒത്തിരി അങ്ങ് വെന്തൊന്നും പോകണ്ട, ഒന്ന് വെള്ളം വറ്റി വരട്ടെ. അതുവരെ നമുക്ക് അടുത്ത് വെക്കാം. ഞാൻ 1 ഗ്ലാസ് വെള്ളമാണ് ഈ നെല്ലിക്കയ്ക്ക് വെച്ചിരുന്നത്. അതപ്പം വറ്റി വന്നിട്ടുണ്ട്. അതാദ്യം കാണിക്കാൻ പറ്റിയില്ല കേട്ടോ, അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പം വെള്ളം നല്ലതായിട്ട് വറ്റി വരുന്നുണ്ട്. അപ്പം നല്ലപോലെ വെള്ളം തോർന്ന് കഴിഞ്ഞിട്ട് നമുക്കിത് ഓഫ് ചെയ്യാം. നാടൻ നെല്ലിക്ക കേട്ടോ, അപ്പുറത്തുനിന്ന് ഒരു ചേച്ചി തന്നതാ, പറിച്ചതാ അവരുടെ വീട്ടില്, അതിന് തന്നതാ. 1/2 കിലോ കാണും. ഇതിലൊട്ടും വെള്ളമയം പാടില്ല. ഇത് നമുക്ക് ഇത് ഒന്ന് ചെറുതായിട്ട് തണുത്തതിന് ശേഷം, തണുക്കാൻ പറയുന്നത് നമ്മുടെ കയ്യിൽ എടുക്കണ്ടേ, അതുകൊണ്ട് ഒരു പ്ലേറ്റിലോട്ട് ഇട്ടിട്ട് നമുക്കൊന്ന് വെയിൽ കൊള്ളിച്ച് അതേപോലെ വെള്ളം മൊത്തം വലിയിച്ചെടുക്കാം. ഉണങ്ങിപ്പോണ്ട, വെള്ളം ഒന്ന് പുറമേയുള്ള വെള്ളമൊക്കെ ഒന്ന് തോർന്ന് കിട്ടിയാൽ മതി. ഞാൻ അന്നേരം അടുപ്പൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ടേ. കണ്ടോ, വെള്ളമൊക്കെ വറ്റി, ചട്ടിയൊക്കെ ഉണങ്ങിയുണ്ടോ. ഇതിലിരുന്ന് തന്നെ വെള്ളം ഒന്ന് വലിയും. അതിനാ മൺചട്ടി പറഞ്ഞത്. മൺചട്ടിയിലാകുമ്പോൾ കുറെ വെള്ളം അത് വലിച്ചെടുത്തോളൂ. സാധാരണ ഒത്തിരി നെല്ലിക്കയൊക്കെ ഉള്ളപ്പോൾ അമ്മയൊക്കെ മൺകലത്തിലിട്ട് ഇങ്ങനെ എടുക്കുമായിരുന്നു. എനിക്കിപ്പോൾ കുറച്ചല്ലേ ഉള്ളൂ, അതുകൊണ്ട് ഞാനൊരു ചട്ടിയിലോട്ട് അങ്ങിട്ട് നല്ലപോലെ വെള്ളം വലിഞ്ഞു വരട്ടെ. നമ്മുടെ നെല്ലിക്ക അതേ വെയിലത്ത് വെച്ചിട്ട് ഒന്ന് വെള്ളമൊക്കെ വലിയിച്ചെടുത്തിട്ടുണ്ട്. ഇങ്ങനെ അമക്കിയാൽ പെട്ടെന്ന് അമങ്ങിപ്പോകത്തില്ല, അതുപോലെ വേവിച്ചെടുത്തിരിക്കുന്നത്. അപ്പം നമുക്കിനി അച്ചാർ ഉണ്ടാക്കാൻ തുടങ്ങാം. നമ്മളിത് ഇത്രയ്ക്ക് കായം എടുത്ത് വെച്ചിട്ടുണ്ട്, കട്ടക്കായം. ഇത് നമുക്കൊന്ന് ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കാം. ഒരു 10 ഗ്രാം കഷ്ടിച്ച് കാണും. 10 ഗ്രാം ഇല്ല, നമുക്ക് ഇത് പോരെങ്കിൽ ഇച്ചിരി കായപ്പൊടി കൂടെ ചേർത്ത് കൊടുത്താൽ മതി. ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കാം. ഇത് എണ്ണയിൽ മൂപ്പിക്കാനാണേ, നല്ലെണ്ണ വെച്ചിട്ട് നമുക്ക് മൂപ്പിച്ചെടുക്കാം. ഇത് ഇങ്ങനെ ചെറുതായിട്ട് അരിയുന്നത് എളുപ്പം മൂത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഞാനത് ഇങ്ങനെ ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കാം. ഞാനൊരു കടായി എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ അതിലേക്ക് കുറച്ച് നല്ലെണ്ണ, എള്ളെണ്ണ അത് ഒഴിച്ചു കൊടുക്കുവാണ്. ഇത്തിരി കൂടുതൽ ഒഴിക്കുന്നുണ്ട്. ഒരു 1/2 കപ്പോളം ഒഴിച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരട്ടെ. നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. നമ്മുടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് മുറിച്ച് വെച്ച കായ ഇട്ട് കൊടുക്കാം. അതൊന്ന് മൂപ്പിച്ചെടുക്കാം. ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കുമ്പോൾ എളുപ്പം മൂത്തോളൂ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുത്തത്. ഇതൊന്ന് മിക്സിയുടെ ചെറിയ ജാറിൽ വെച്ചോ, അല്ലെങ്കിൽ നമ്മൾ വെളുത്തുള്ളിയൊക്കെ ചതക്കത്തില്ലേ, ചെറിയ കല്ല്, അത് വെച്ചോ എങ്ങനെ വേണേലും പൊടിച്ചെടുക്കാം. മൂത്ത് വരുമ്പോൾ ഒരു കിലുകില് ശബ്ദം കേൾക്കും കേട്ടോ. ഇങ്ങനെ മൂത്തിട്ടില്ല, കുറച്ചുകൂടെ മൂക്കണം, കരിഞ്ഞു പോകരുത്. ഫ്ലെയിം സിമ്മിലിട്ട് കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ അകം മൂക്കത്തില്ല. പുറം കരിഞ്ഞും പോകും, അകം മൂക്കത്തില്ല. അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. എല്ലാവർക്കും അറിയാവുന്നതാ, ഇപ്പോൾ ഉള്ള പിള്ളേർക്കൊന്നും അറിയത്തില്ല. അവരൊന്നും ഇതൊന്നും എടുക്കാനായിട്ട് മെനക്കിടത്തുമില്ല. പാവങ്ങളെ പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാവരും പഠിത്തവും ജോലിയൊക്കെ ആയിട്ട് നടക്കുന്നതുകൊണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടൊന്ന് അതിൽ കിടന്ന് ചൂടാവും. മൂത്തോട്ടെ, മതിയേ, ഞാൻ എടുക്കുക. ചെറുതായി അരിഞ്ഞപ്പോൾ എളുപ്പം മൂത്ത് കിട്ടും. വലുതാണെങ്കിൽ കുറച്ചു നേരം അങ്ങനെ കിടക്കും, ഉള്ളു മൂക്കത്തുമില്ല, പുറമൊന്നും കരിഞ്ഞും പോകും. അതുകൊണ്ടാണ് മൂത്തിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് പൊടിച്ചെടുക്കാം. ഞാൻ ആ വെളുത്തുള്ളിയൊക്കെ ചതയ്ക്കുന്ന കല്ലിലിട്ടൊന്ന് പൊടിച്ചുകൊണ്ട് വരാം. ഞാൻ നേരത്തെ കായം പൊരിച്ച നല്ലെണ്ണയില്ലേ, അതിലോട്ട് തന്നെ അതൊന്ന് ചെറുതായിട്ട് ചൂടായി വരുമ്പോഴത്തേക്ക്, അത് മൂത്ത് കിടക്കുമായിരുന്നല്ലോ, അത് ചെറുതായിട്ട് ചൂടായി വരുമ്പോഴത്തേക്ക് ഞാൻ അതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കുവാണ്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തുകൊണ്ട് മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഒരു 3 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഞാൻ കുറച്ച് തരിതരിപ്പായിട്ടൊരു ഇച്ചിരി മുളക് പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, കാശ്മീരി മുളക്, അതും കൂടി ഇട്ട് കൊടുക്കുക. അതെ, തരിതരിപ്പായിട്ട് ഞാൻ മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചതാണ്, അതും കൂടി ഇട്ട് കൊടുക്കുക. അത് ഒരു 3 സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കായം, നമ്മൾ പൊടിച്ചെടുത്ത കായം ഒരു ടേബിൾ സ്പൂൺ കാണും അത് കേട്ടോ, അത് ഇട്ട് കൊടുക്കുക. മതിയായിരിക്കും. അത് കായമായതുകൊണ്ട് നല്ല മണമാണ്. പൊടിയേക്കായി മണം കൂടുതലുണ്ടല്ലോ കായത്തിൽ, അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അല്പം ഉലുവാപ്പൊടി ഇട്ട് കൊടുക്കുക. കുറച്ച് മതിയോ, ഒത്തിരി ഇട്ടാൽ കഴിക്കും. ഒരു 1/4 ടീസ്പൂണേ ഞാൻ ഇട്ടിട്ടുള്ളേ. കുറച്ച് നെല്ലിക്കല്ലേ ഉള്ളൂ നമ്മുടെ കയ്യിൽ, 1/4 ടീസ്പൂൺ ഇട്ടത്. എനിക്ക് ഇത്തിരി എണ്ണ കൂടെ വേണമായിരുന്നു കേട്ടോ. ഞാനത് ചൂടാക്കി ഒഴിക്കാം. ഞാനതൊരു 1/4 കപ്പ് എണ്ണയും കൂടെ ഒഴിച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടാക്കി നമുക്ക് അതിലോട്ടേക്ക് ഒഴിച്ച് കൊടുക്കാം. ചൂടോടെ ഒഴിക്കണ്ട, ഒന്ന് തണുത്തിട്ട്. പച്ചയായിട്ട് ഒഴിക്കല്ല, അപ്പോൾ കേടാവും പെട്ടെന്ന്. ഇത് കുറേ നാളിങ്ങനെ നിന്നോളും കേട്ടോ, കേടാവാതെ നെല്ലിക്ക. നമ്മൾ ആ നെല്ലിക്കയിലെ വെള്ളമൊക്കെ വലിയിച്ച് കളഞ്ഞതല്ലേ, അതുകൊണ്ട് തന്നെ. ഇതിങ്ങനെ വെളിച്ചെണ്ണ നല്ലെണ്ണ ചൂടാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ചൂടാക്കിയല്ല, തിളപ്പിച്ച് ഒരു ചെറിയ ചൂടോടെ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുവാണേ. ഇതിൻ്റെ ഒരു പകുതി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ മുളക് അതെല്ലാം വലിച്ചെടുക്കും. നമുക്ക് ഈ അച്ചാറിൽ എണ്ണ മേളിൽ പൊങ്ങിക്കിടക്കും, എന്നാലേ കേടാവാതിരിക്കത്തുള്ളൂ, അല്ലെങ്കിൽ പെട്ടെന്ന് കേടായിപ്പോകും. കുറച്ചുകൂടെ ഒഴിച്ചു കൊടുക്കാം.
ഇനി 1 ടേബിൾ സ്പൂൺ ബാക്കിയുണ്ട്, നമ്മൾ അത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം, ആവശ്യത്തിന് ഉപ്പ്. ഇതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടാനുസരണം ഉപ്പൊക്കെ. നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ മുളക് പൊടി കുറച്ച് ഇടാം. ഞാനിപ്പോൾ ഇത് മൊത്തം കാശ്മീരി മുളകിലാണ് ചെയ്യുന്നത്, മറ്റേ എരിവുള്ള മുളക് ചേർത്തിട്ടേ ഇല്ല കേട്ടോ. ഇതിന് എരിവുണ്ട്, മറ്റേതിൻ്റെ അത്ര ഇല്ലെന്നേ ഉള്ളൂ. നമുക്ക് ഇനി ആ നെല്ലിക്ക ഇട്ട് കൊടുക്കുക ഇതിലോട്ട്. ചെറിയ ചൂടുണ്ടേ, അതിലോട്ട് തന്നെ നെല്ലിക്ക ഇട്ട് കൊടുക്കാം. ഇനി അടുപ്പയിലൊന്നും വെക്കണ്ട കേട്ടോ, ഇത് ഉടനെ ഒന്നും എടുക്കാൻ കൊള്ളത്തില്ല കേട്ടോ. ഇതിങ്ങനെ 1 മാസം ഇരുന്നാൽ ഏറ്റവും നല്ലത്. അങ്ങനെയൊക്കെ ഒരു 2 ആഴ്ചയെങ്കിലും ഇരിക്കണം കേട്ടോ, കുറഞ്ഞത്. എന്നൊക്കെ ബാക്കി എണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം. അതും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കേടാവത്തേ ഇല്ല, കുറേ നാളിരുന്നുള്ളൂ. നമുക്കിത് വിനാഗിരി ഒന്നും ചേർക്കണ്ട കേട്ടോ, വിനാഗിരി ഒന്നും ചേർക്കുകയേ വേണ്ട. നെല്ലിക്കയുടെ പുളിയൊക്കെ തനിയെ ഇറങ്ങിയിട്ടുള്ളൂ ഇതിലോട്ട്. ഉപ്പും കൂടി ഇട്ട് കൊടുക്കണേ, നെല്ലിക്കയിൽ ഉപ്പ് പിടിക്കണമല്ലോ, അതുകൊണ്ട് തന്നെ കുറച്ച് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ മിക്സ് ചെയ്ത് ഇത്രേ ഉള്ളൂ, കഴിഞ്ഞു. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം നമുക്ക്. നമുക്ക് മെനക്കെടാൻ കഴിയാത്തതുകൊണ്ടല്ലേ നമ്മളൊന്നും ഉണ്ടാക്കാതെ. എനിക്ക് സത്യത്തിൽ മടിയാ കേട്ടോ, പിന്നെ ഇങ്ങനെയൊക്കെ ഇടയ്ക്ക് കിട്ടുമ്പോൾ ഉണ്ടാക്കുമെന്നല്ലാതെ. പിന്നെ ഇപ്പം എല്ലായിടത്തും എല്ലാവർക്കും പ്രഷറും എല്ലാം ആയതുകൊണ്ട് ആരും അച്ചാറിനോട് അത്ര വലിയത് കാണിക്കുന്നുണ്ടാവത്തില്ല. ഇതിലൊരു 2 നെല്ലിക്കയും ഇച്ചിരി തൈരും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ചോറിനാൻ നല്ല സുഖമാണ് കേട്ടോ. ഇനി 2 ആഴ്ചയെങ്കിലും കഴിയാതെ എടുക്കരുത് ഇത്. അപ്പോഴത്തേക്ക് ഇതിൽ ഉപ്പും മുളകും എരിവും എല്ലാം പിടിച്ച് പുളിയൊക്കെ ഇറങ്ങി വന്ന് നല്ലതായിട്ടിരിക്കും കണ്ടോ. എണ്ണ ഒഴിച്ചത് നമ്മൾ അറിയുന്ന പോലുമില്ല. ഞാൻ 3/4 കപ്പ് എണ്ണ ഒഴിച്ചു ഈ 1 കിലോ നെല്ലിക്കയ്ക്ക്. എണ്ണ മതിയെന്ന് പറഞ്ഞെങ്കിലും ഞാൻ പിന്നെയും 1/4 കപ്പ് കൂടെ ചൂടാക്കി ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. മൊത്തം ഞാൻ 1 കപ്പ് 1 ടേബിൾ സ്പൂണും കൂടി ഒഴിച്ചിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് വേണം അച്ചാറിന് കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇനി എണ്ണയൊന്നും ഒഴിക്കണ്ട കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് വിനാഗിരി ഒഴിക്കാം, ഞാൻ ഒഴിക്കുന്നില്ല കേട്ടോ. എനിക്ക് വിനാഗിരി ഒഴിക്കുന്നതിനോട് വലിയ താല്പര്യമില്ല, ഞാൻ ഒഴിക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒഴിക്കാം കേട്ടോ, വേണമെങ്കിൽ ഇഷ്ടമുണ്ടെങ്കിൽ. നമ്മുടെ നെല്ലിക്ക അച്ചാർ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതുണ്ടല്ലോ, ഇനി നല്ലപോലെ തണുത്തതിന് ശേഷം ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള കുപ്പിയിൽ അടച്ച് സൂക്ഷിച്ചാൽ മതി കേട്ടോ. ഫ്രിഡ്ജിലൊന്നും വെക്കണമെന്നൊന്നുമില്ല, വെളിയിൽ വെച്ചാൽ മതി. ഫ്രിഡ്ജിൽ വെച്ചാലും കട്ടി പിടിച്ച് കിട്ടിക്കും. അത് വേണ്ട, നമുക്ക് വെളിയിൽ വെച്ചാൽ മതി, ചീത്തയാവത്തില്ല. നിങ്ങൾക്ക് എൻ്റെ ഈ അച്ചാർ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടോ. നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്, കാണുന്നുണ്ടല്ലോ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി ഞാൻ അടുത്ത ദിവസം വരാം കേട്ടോ.